നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ചൂടൻ ചായയും പഴംപൊരിയും കഴിച്ച് പച്ച പുതച്ച് കിടക്കുന്ന അനന്തപുരി കാണാൻ തിരുവനന്തപുരത്ത് ഒരു സ്പോട്ടുണ്ട്. അറബിക്കടലിന്റെ വിദൂര കാഴ്ചയും ജൈവ ഗുഹാക്ഷേത്രങ്ങളുടെ കയ്യൊപ്പുള്ള ഒരു പ്രാചീന ഗുഹാ ശിവക്ഷേത്രവും സൂര്യാസ്തമയവും എല്ലാമുണ്ട്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുന്ന മാവൂർ പാറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നഗരത്തിൻ്റെ തിരക്കുകളൊക്കെ മാറി വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ നിങ്ങൾ ഒരിടം തേടുന്നുണ്ടോ? ഞങ്ങളും അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. ഒടുവിൽ ഞങ്ങൾ വന്നെത്തിയത് മടവൂർ പാറയിലാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിക്കടുത്തുള്ള ചെങ്കോട്ടുകുണത്താണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത്. 2010 സംസ്ഥാന സർക്കാർ പൈതൃക പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രമായി മടവൂർ പാറയെ പ്രഖ്യാപിച്ചത്. ഇതിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി പാർക്കും വിശ്രമ കേന്ദ്രങ്ങളും സഞ്ചാരികൾക്കായി മുളപ്പാലവും നിർമ്മിച്ചു. സൺഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം എപ്പോഴും മിക്ക സമയത്തോടെ വരാറുണ്ട്. നമ്മൾ പറഞ്ഞൊരു 5 കൊല്ലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. മോളുടെ പേരെന്താ? കല്യാണിക്ക് ഈ സ്ഥലം ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടാവാം ഇനി തുടർന്നുള്ള യാത്ര. ചേച്ചി ആദ്യമായിട്ടാണോ മടവൂർ പാറ വരുന്നത്? അല്ല, ഇടയ്ക്ക് വരാറുണ്ട്. ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വേണ്ടി വരുന്നുണ്ടോ? അതായത് സഞ്ചാരികൾക്ക് ഇവിടെ വരുമ്പോൾ പാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ട് കുട്ടികൾക്കൊക്കെ. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഒരു 4:30 മുതൽ 6:30 വരെ ഇങ്ങനെ കൂടിയിട്ട് ഒരു മിക്കവാറും റിട്ടയർഡ് ഹാൻഡ്സാണ്. എല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിട്ട് റിട്ടയർ ചെയ്ത് ഞങ്ങൾ പലയിടത്തു നിന്നായിട്ട് ഇവിടെ ഒത്തുകൂടും. പാറമുകളിലെത്തിയാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന മുളപ്പാലം. 110 മീറ്റർ നീളമുള്ള ഈ മുളപ്പാലത്തിലൂടെ കയറി അപ്പുറത്ത് കടന്നു കഴിഞ്ഞാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മടവൂർ പാറയിലെ പ്രധാന വ്യൂ പോയിന്റ് കാണാൻ കഴിയുക. മുളപ്പാലം കയറി മുകളിലെത്തിയാൽ തിരുവനന്തപുരത്തിൻ്റെ മനോഹരമായ ആകാശ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമായും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും അതുപോലെ തന്നെ വിദൂരമായിട്ട് അറബിക്കടലിൻ്റെ കാഴ്ചകളുമാണ് മുകളിലെത്തുന്ന ഓരോ സഞ്ചാരിയും കാത്തിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് മടവൂർ പാറയിലെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, വളരെ നല്ലതാണ്, മനോഹരമായിട്ടുണ്ട്. ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നറിയണത് തന്നെ ഭയങ്കര രസമല്ലേ. നമ്മൾ ഒരുപാട് ഉള്ളിലോട്ടൊക്കെ പോയി കാണാറുണ്ട്, മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോയി. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് ഭയങ്കര നല്ലതാണ്. മടവൂർ പാറയ്ക്ക് തൊട്ടടുത്തായി ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച പ്രാചീന ഗുഹാക്ഷേത്രമുണ്ട്. ഇവിടുന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. എൻ്റെ ഈ പുറകിൽ കാണുന്ന കുത്തനെയുള്ള പാറയിലൂടെ ഇനി കയറിയാൽ മാത്രമേ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഇവിടുന്ന് 33 കൽപ്പടവുകൾ താണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം. പ്രധാനമായ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവിടെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ കാല് വഴുതും. പല്ലവ കാലഘട്ടത്തിലെ കലാവൈവിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് മടവൂർ പാറയിലെ ഗുഹാക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. പുരാതന ജൈവ ഗുഹാക്ഷേത്രങ്ങളുടെ അംശങ്ങളൊക്കെ ഇവിടെ കാണാം. അതിൻ്റെ ഭാഗമാണ് ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ കാണുന്ന വട്ടെഴുത്ത് ലിപിയിലേക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ തണുത്ത കാറ്റും ആകാശ കാഴ്ചകളും ക്യാൻറ്റീനിലെ ചായയും ചൂട് പഴംപൊരിയും മടവൂർ പാറയെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. തിരുവനന്തപുരം വിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ്. അവിടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശാന്തമായ ഒരിടം, അങ്ങനെ കൂടി പറയാം നമുക്ക് മടവൂർ പാറയെ. അപ്പോൾ ഇനിയുമുണ്ട് കൂടുതൽ കാഴ്ചകൾ.